ഹലോ, ഇതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പിനകത്തുള്ള വാഴപ്പൂ വെച്ച് നമുക്കൊരു പക്കോട ഉണ്ടാക്കാം. ഇതിനുള്ളിൽ നിന്ന് നമുക്കതിൻ്റെ ഒരു പാർട്ട് എടുത്ത് മാറ്റാനുണ്ട്. ആ പൂവിനകത്തുനിന്ന് ആ പ്ലാസ്റ്റിക് പോലുള്ള അതും മാറ്റണം. പിന്നെ ആ ഒരു സെപ്പറേറ്റായിട്ട് നിൽക്കുന്ന നല്ല നീളമുള്ള ആ ഒരു സ്റ്റെമ്മ് പോലുള്ള ആ ഒരു പാർട്ടും നമ്മൾ കളയണം. അത് നമുക്ക് വയറിനത്ര നല്ലതല്ല. പിന്നെ ഇതെടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇടണം. കുറച്ച് നേരം എന്നല്ല, നമ്മളെപ്പോഴാണോ അത് യൂസ് ചെയ്യാൻ എടുക്കുന്നത് അത്രയും നേരം അത് വെള്ളത്തിൽ കിടക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അത് ബ്ലാക്ക് കളറായി പോവും. അപ്പോൾ ഇതിൽ ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സാക്കിയ വെള്ളത്തിൽ ഇളക്കി വെക്കുന്നു. അതിൻ്റെ ആ കറയൊന്ന് പോവാനും വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അതിൻ്റെ മസാല എല്ലാം കൂടെ മിക്സാക്കാം. ഒരു ചെറിയ സവാള അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള കടലമാവ്. നിങ്ങളുടെ എത്രയായ എമൗണ്ട് എടുക്കുന്ന ഫ്ലവറിൻ്റെ എമൗണ്ട് അനുസരിച്ച് മാവ് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് അരിപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നുള്ളുപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം തളിക്കാം. ഇപ്പോൾ ഓൾറെഡി അതിനൊരു നനവുള്ളതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഒത്തിരി ഡ്രൈ ആവാതെ കുറച്ച് വെള്ളം തളിച്ച് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്ക് ഇത്തിരി പൊടി കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്കായിട്ട് നമ്മുടെ വാഴപ്പൂ പക്കോട റെഡി ആയിട്ടുണ്ട്.